സജീഷ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ചർച്ചയിൽ. എസ് കെ സജീഷ്, ഇന്നിപ്പോൾ ഈ PR ഏജൻസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട അവ്യക്തതകൾ, ഇടതുപക്ഷ LDF-നെ വോട്ട് ചെയ്ത് അധികാരത്തിലേക്ക് എത്തിച്ച സാധാരണ വോട്ടർമാർക്കെങ്കിലും ബോധ്യമായി എന്ന് താങ്കൾ കരുതുന്നുണ്ടോ എസ് കെ സജീഷ്? തീർച്ചയായും ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്നവർക്കും വാർത്താമാധ്യമങ്ങളിലൂടെ മുഖ്യമന്ത്രി ജനങ്ങളുമായി വിശദീകരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവർക്കും നല്ലവണ്ണം ബോധ്യമാകുന്ന രീതിയിൽ തന്നെയാണ് മുഖ്യമന്ത്രി കാര്യങ്ങൾ അവതരിപ്പിച്ചത്. പിന്നെ ഇവിടെ മാധ്യമങ്ങൾക്ക് ഇന്നത്തെ വാർത്താ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ചില അജണ്ടകളുണ്ടായിരുന്നു. ഇന്നത്തെ വാർത്താ സമ്മേളനം അലങ്കോലമാക്കലും അതിൽ ശബ്ദവും ബഹളവും സൃഷ്ടിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറയുന്ന വാക്കുകളെ ജനങ്ങൾ കേൾക്കാതിരിക്കാനുള്ള പരിശ്രമങ്ങൾ പല മാധ്യമപ്രവർത്തകരും നടത്തിയിട്ടുണ്ട്. ഒരു മാധ്യമപ്രവർത്തകൻ തൻ്റെ നെഞ്ചിൽ മൈക്ക് കുത്തി വന്നിട്ട് തൻ്റെ ശബ്ദം മാത്രം കേൾപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ റിപ്പോർട്ടർ ചാനലിൻ്റെ ഒരു മാധ്യമപ്രവർത്തകൻ പെരുമാറി. മാത്രവുമല്ല, അത് ഒപ്പിയെടുക്കാൻ വേണ്ടി പ്രത്യേകമായി ഒരു ക്യാമറ പ്രത്യേകമായി സെറ്റ് ചെയ്യുന്ന സ്ഥിതി പോലും ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൻ്റെ ഭാഗമായി ഉണ്ടായി എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. മാത്രവുമല്ല, ഇന്നത്തെ 45 മിനിറ്റിലധികം നീളുന്ന മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ പലതവണ ഞാൻ ഇതൊന്ന് പൂർത്തീകരിച്ചോട്ടെ, നിങ്ങൾ സമാധാനപരമായി ഇരിക്കൂ, നിങ്ങൾ ബഹളം വെക്കല്ലേ എന്ന് പലതവണ മുഖ്യമന്ത്രിക്ക് ആവർത്തിക്കേണ്ടി വന്നു. ഉത്തരങ്ങൾ കേൾക്കാതിരിക്കാനും ക്ലാരിറ്റിയോടുകൂടി പറയുന്നത് ജനങ്ങൾ അറിയാതിരിക്കാനുമുള്ള ഒരു വ്യഗ്രത കാണിച്ചുകൊണ്ടുള്ള പരിശ്രമമാണ് മാധ്യമങ്ങൾ നടത്തിയത് എന്ന് ആ വാർത്താ സമ്മേളനം കാണുന്ന ആളുകൾക്ക് മനസ്സിലാകും. ഒരാൾ ഒരു ചോദ്യം ചോദിക്കുകയല്ല, അതിനു പകരം എല്ലാവരും കൂടി ബഹളം വെച്ച് ചോദ്യമില്ലാതെ ഉത്തരം കേൾക്കാതെ ഒരു ബഹളമയമാക്കി മാറ്റാനുള്ള പരിശ്രമം നടന്നു എന്ന് വാർത്താ സമ്മേളനം കാണുന്ന എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. ഇവിടെ PR ഏജൻസി എന്ന ആക്ഷേപവുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായി തന്നെ മുഖ്യമന്ത്രി അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മുഖ്യമന്ത്രി നൽകിയ ഒരു അഭിമുഖം, ആ അഭിമുഖത്തിൽ വരാത്ത കാര്യങ്ങൾ, മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങൾ വന്നു എന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെയാണ് ഹിന്ദു പത്രത്തിനോട് ആവശ്യപ്പെട്ടത്, അത് തിരുത്തണം എന്ന് ആവശ്യപ്പെട്ടത്. ആ തിരുത്തിൽ അവർ അങ്ങേയറ്റം മാന്യമായ രീതിയിലുള്ള തിരുത്ത് തന്നെയാണ് നടത്തിയിട്ടുള്ളത്. അവർ അതിൻ്റെ മറുപടിയുടെ ഭാഗമായി പറഞ്ഞു, മാധ്യമപ്രവർത്തനത്തിന് നിരക്കാത്ത രീതിയിൽ ഞങ്ങളുടെ ഭാഗത്ത് വന്ന വീഴ്ച, ആ തെറ്റ്, അതിൽ നിർവ്യാജമായ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്ന്. എന്നാലും ആ വിഷയം അവസാനിപ്പിക്കാതെ മുഖ്യമന്ത്രി അങ്ങനെ അഭിമുഖത്തിൽ പറഞ്ഞിട്ടില്ല എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടതിന് ശേഷം, അതൊരു തെറ്റായ പ്രചരണമാണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷവും ആ വിവാദം ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകാനുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇന്നോ ഇന്നലെയോ ആരംഭിച്ചതല്ല. മുമ്പ് ഇത് നമുക്ക് ഇന്നലകളിലേക്ക് പോകാം. പക്ഷേ ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? താങ്കൾ പറഞ്ഞു മാധ്യമങ്ങൾ ബഹളം വെച്ചു എന്ന്. താങ്കൾ പറഞ്ഞു മാധ്യമങ്ങൾ ബഹളം വെച്ച് ചോദിക്കുന്നത് എന്താണ് എസ് കെ സജീഷ്? കേരളത്തിന്റെ ഉത്തമ താല്പര്യത്തിനുള്ള ചോദ്യങ്ങളല്ലേ താങ്കളുടെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും എൻ്റെയും ഈ നാടിൻ്റെയും ഉത്തമ താല്പര്യത്തിനുള്ള ചോദ്യങ്ങളാവാൻ കാരണം? ഈ നാടിനെ തീവ്രവാദ നഴ്സറിയാണ്, ഇത് ഭീകരവാദികളെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സംസ്ഥാനമാണ്. അവിടുന്ന് അമിത്ഷാ പറയും, കർണാടകയിൽ നിന്ന് പറയും, അങ്ങോട്ടേക്ക് നോക്കും, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല കേട്ടോ എന്ന് അമിത്ഷാ പേടിപ്പിക്കും. ആ നറേറ്റീവിനോട് തുല്യം ചാർത്താൻ കഴിയുന്ന രീതിയിൽ മുഖ്യമന്ത്രിയുടേതായി ഈ പറയുന്ന ഹിന്ദു പത്രത്തിന് ബൈ റിട്ടേൺ കീസൺ എന്ന് പറയുന്ന ഒരു PR ഏജൻസി എഴുതുന്നു. മുഖ്യമന്ത്രി എന്ന് പറയുന്നു ഈ പറയുന്ന PR ഉണ്ട് എന്ന് പറയുകയാണ് മുഖ്യമന്ത്രി. കാരണം എന്താണ്? അറിയാവുന്ന ചെറുപ്പക്കാരൻ നമ്മുടെ മുൻ MLA-യുടെ മകൻ പറഞ്ഞു, അത് കാരണം ഞാൻ ഹിന്ദു ഇന്റർവ്യൂ കൊടുക്കാൻ തീരുമാനിച്ചു എന്ന് പറയുന്നു. അതിനുശേഷം നാടിനെ കുട്ടിച്ചോറാക്കാൻ പരുവത്തിനൊരു പ്രസ്താവനയല്ലേ ഹിന്ദുവിലേക്ക് എഴുതിപ്പോയത്? എസ് കെ സജീഷ്, ഇവർക്കെതിരെ ഒരു പരിശോധന ഉണ്ടാകുമോ, ഇവർക്കെതിരെ അന്വേഷണം ഉണ്ടാകുമെന്ന ചോദ്യത്തിന് പരിശോധന ഉണ്ടാകും, അന്വേഷണം ഉണ്ടാകുമെന്ന് 2 വാക്ക് പറഞ്ഞാൽ അവിടെ പിന്നെ പ്രശ്നമുണ്ടാകുമായിരുന്നോ ശ്രീ സജീഷ്? എന്താണത് പറയാൻ മടി? എന്താണ് പേടി? എന്താണ്? ഒരു കാര്യം, താങ്കൾ ഇവിടെ നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും ഞാൻ മറുപടി പറയുന്നില്ല. അത് താങ്കളുടെ പതിവ് രീതി എന്നുള്ള രീതിയിൽ തന്നെ അത്രയേ പ്രാധാന്യം കൊടുക്കുന്നുള്ളൂ എന്നുള്ളതുകൊണ്ട് സ്വാഭാവികമായും ഞങ്ങൾ ഒരുപക്ഷെ ചർച്ചയിൽ പലപ്പോഴും താങ്കളുടെ ഇൻട്രോ ശ്രദ്ധിക്കാറില്ല. കാരണം അത് താങ്കളുടെ ഒരു പ്രത്യേകമായ ശൈലിയിലാണ് എന്നുള്ളതുകൊണ്ട്. പക്ഷേ മുഖ്യമന്ത്രി വളരെ വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു PR ഏജൻസിയെയും മുഖ്യമന്ത്രിയോ ഗവൺമെൻറ്റോ വെച്ചിട്ടില്ല. മാത്രവുമല്ല, മാധ്യമപ്രവർത്തകർ തന്നെ അതിന് കാശ് കൊടുത്തിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഒരു PR ഏജൻസിയും കാശ് കൊടുത്തിട്ടില്ല എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നെ വളച്ചൊടിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി കഴിയും. അതിൽ പലരും അഗ്രഗണ്യന്മാരാണ്. ഇവിടെ ആലപ്പുഴയുള്ള ദേവകുമാർ MLA-യുടെ മകൻ ഹിന്ദു പത്രത്തിന് ഒരു അഭിമുഖം കൊടുക്കണം, ഒരു ദേശീയ മാധ്യമമാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞല്ലോ, അതെനിക്കും താല്പര്യമുള്ള വിഷയമാണ്. കാരണം കേരളത്തിലെ പല വിഷയങ്ങൾ വരുമ്പോൾ, പ്രത്യേകിച്ച് നമുക്കറിയാം ഇന്ന് പത്രസമ്മേളനത്തിൽ
പല കാര്യങ്ങളും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഹിന്ദു പോലെയുള്ള ഒരു ദേശീയ ദിനപത്രത്തിന് പൊതുവേ നല്ല നിലപാടുകൾ പലപ്പോഴും സ്വീകരിച്ചിട്ടുള്ള ഒരു പത്രത്തിന് ഒരു അഭിമുഖം കൊടുക്കുന്നതിന് തനിക്കും താല്പര്യക്കുറവില്ല എന്ന് പറഞ്ഞിട്ടാണ് അഭിമുഖം കൊടുത്തത്. അതിനകത്ത് ഏതെങ്കിലും ഒരു PR-ന്റെ പ്രശ്നം വരുന്നില്ല. അല്ല സജീഷ്, ഇനി PR ഉണ്ടെങ്കിലും അതൊരു മഹാപരാധമായി ഞാൻ വ്യക്തിപരമായി കാണുന്നില്ല. PR എന്ന് പറയുന്ന സാധനം ഈ രാജ്യത്തെ ഒരു സംവിധാനമാണ്, അത് ഉപയോഗിക്കാത്ത രാഷ്ട്രീയ പാർട്ടികൾ കുറവാണ്. ഇനി PR ആണെങ്കിൽ തന്നെ അതൊരു മഹാപരാധമായി ഞാൻ കാണുന്നില്ല. സജീഷ്, എൻ്റെ പ്രശ്നം എന്താണ്, അല്ലെങ്കിൽ നാടിൻ്റെ പ്രശ്നം എന്താണ്? മുഖ്യമന്ത്രിയെ ഞാൻ 100% വിശ്വസിക്കുന്നു. മുഖ്യമന്ത്രി ഈ പറയുന്ന മലപ്പുറത്ത് പിടിക്കുന്ന ഹവാല പണവും മലപ്പുറത്ത് പിടിക്കുന്ന സ്വർണ്ണപ്പണവും ഇവിടെ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും സംസ്ഥാന വിരുദ്ധ പ്രവർത്തനം ഉപയോഗിക്കുന്നു എന്ന് മുഖ്യമന്ത്രിയുടെ വായിൽ നിന്ന് വരുമെന്ന് ഞാൻ കരുതുന്നില്ല. മുഖ്യമന്ത്രി പറയാത്തൊരു കാര്യം, ഈ പറഞ്ഞ ഇപ്പോൾ ഹിന്ദുവിൻ്റെ മാപ്പപേക്ഷ നല്ല നിലയ്ക്കുള്ള തീരുമാനം എന്ന് മുഖ്യമന്ത്രി പറയുന്നല്ലോ സജീഷ്. ആ ഹിന്ദു പറയുന്നു, കീസൺ എന്ന് പറയുന്ന ഈ പറയുന്ന PR ഏജൻസി ഞങ്ങളെ സമീപിച്ചു, ഈ പറയുന്ന 2 പേർ അന്ന് അഭിമുഖ സമയത്ത് അവർക്കൊപ്പം ഉണ്ടായിരുന്നു, അതിലുള്ള രേഖാമൂലം ഇത് ഉൾപ്പെടുത്തണം എന്നാവശ്യപ്പെട്ട് എഴുതി തന്നു. അതിനുശേഷമാണുള്ള മാപ്പപേക്ഷ. നമ്മുടെ കേരളത്തിൻ്റെ വളരെ മിനിമം ചോദ്യം, അത്തരത്തിൽ നാടിനെ കുട്ടിച്ചോറാക്കാനും പരുവത്തിന് ദേശീയ ദിനപത്രത്തിൽ തെറ്റിദ്ധരിപ്പിച്ച് രാജ്യം മൊത്തം കേരളത്തിനെ ഒരു ഭീകര സംസ്ഥാനമായി ചിത്രീകരിക്കാൻ അരുനിന്ന ഇവർക്കെതിരെ അന്വേഷണം വേണോ, നടപടി വേണോ സജീഷ്? തീർച്ചയായും ഇപ്പോഴത്തെ ചോദ്യത്തിന് കുറച്ച് വിപുലമായി തന്നെ മറുപടി പറയേണ്ടി വരും. അതിന് താങ്കൾ അനുവദിച്ചേ പറ്റൂ. അതായത് ഇന്ത്യയിൽ ഏറ്റവും വലിയ PR ഏജൻറ്റ്, മോദിയുടെ വരെ PR ഏജൻ്റായി പ്രവർത്തിച്ച കനകോലു ഉൾപ്പെടെയുള്ള ആളുകൾ കോൺഗ്രസിൻ്റെ KPCC യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി കേരളത്തിൽ നടത്തിയ ശ്രമങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ ഈ വിവാദങ്ങൾ തീരാത്തതുകൊണ്ടാണ് ഒരു വശത്തിന് കോൺഗ്രസിന് വേണ്ടിയിട്ടുള്ള ഈ PR പണി യോഗത്തിൽ കയറി നടത്തിക്കൊണ്ടിരിക്കുന്ന കനകോലുവും അപ്പുറത്ത് BJPക്ക് വേണ്ടി വരാഹ ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുന്ന PR പണിയും കൊണ്ടാണ് ഈ വിവാദം അവസാനിപ്പിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇവിടെ ഒരു പ്രശ്നം എവിടെ അവസാനിക്കുകയാണ്? മുഖ്യമന്ത്രി തൻ്റെ അഭിമുഖത്തിൽ, റെക്കോർഡ് ചെയ്യപ്പെട്ട അഭിമുഖത്തിൽ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയുന്നയാളല്ല മുഖ്യമന്ത്രി എന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അവിടെ തെറ്റായ രീതിയിൽ കാര്യം വന്നു. ആ വന്നത് നിർവ്യാജമായി ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് ഹിന്ദു പത്രവും പറഞ്ഞു. അവിടെ അവസാനിപ്പിക്കുക. ഇത്തരത്തിലൊരു അവസാനിക്കാത്ത കാരണം എന്താണ്? പ്രശസ്തി ഇല്ല. സജീഷ് പറയുന്നത് ദേശാഭിമാനി വായിച്ചതുകൊണ്ടാണ്. മുഖ്യമന്ത്രി അങ്ങനെ അതുകൊണ്ടാണ് താങ്കൾക്ക് മനസ്സിലാവാത്തത്. കാര്യം ദേശാഭിമാനിയിൽ ഈ പറയുന്ന കേസിന്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല, മാപ്പപേക്ഷ മാത്രമേ ഉള്ളൂ. താങ്കൾ അത് മാത്രമേ വായിച്ചിട്ടുണ്ടാവുള്ളൂ. സജീഷ്, പക്ഷേ പ്രശ്നം എന്താണ്? ഹിന്ദു മാപ്പപേക്ഷയ്ക്ക് പറയുന്നതിന്റെ മുകളിലോട്ട് പറയുന്നത് ഈ പറയുന്ന PR ഏജൻസി വായിക്കാത്ത ആളുകളും മനസ്സിലാക്കാത്ത ആളുകളും നിങ്ങൾ കുറച്ച് കടന്നു ചിന്തിക്കുന്ന ആളുകളുമാണ് എന്നൊന്നും പറയല്ലേ ഹാഷ്മി? ഇല്ല, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല. ഞാൻ പറയുന്നത് അങ്ങൊരു CPM-കാരനാണ്. അങ്ങൊരു പക്ഷേ അങ്ങയുടെ ശ്രദ്ധയിൽ അങ്ങയുടെ പാർട്ടി മുഖപത്രം മാത്രമേ ഉണ്ടാവൂ എന്നുള്ള കാര്യം എന്താണ്? ആ പാർട്ടി മുഖപത്രത്തിൽ ഈ കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അല്ല, ഈ പാർട്ടി മുഖപത്രത്തിൽ പറയുന്ന മാപ്പപേക്ഷ മാത്രമാണ്. സജീഷ്, മാപ്പപേക്ഷയ്ക്ക് മുൻപ് ഈ പറയുന്ന കേസർ എന്ന് പറഞ്ഞ PR ഏജൻസിയെ കുറിച്ച്, അവർ സമീപിച്ചതിനെ കുറിച്ച്, അവരുടെ 2 പ്രതികൾ അതിൽ പങ്കെടുത്തതിനെ കുറിച്ച്, രേഖാമൂലം കൊടുത്തതിനെ പറ്റി അതിൽ പറയുന്നുണ്ട്. സജീഷ്, ഞങ്ങളൊന്നും ആവില്ലേ? സജീഷ്, അല്ല ഒന്ന് കേൾക്കൂ. എൻ്റെ ചോദ്യം ഞാൻ ആദ്യം മുതൽ ചോദിക്കുന്ന വളരെ ഏറ്റവും ലളിതമായ ചോദ്യം, നാടിനെ കുട്ടിച്ചോറാക്കാൻ നമ്മൾ ഒരുമിച്ച് എതിർത്തവരാണ്. ഇവിടെ ഇടത് ജിഹാദി കൂട്ടുകെട്ട്, ഇവിടെ ഇതൊരു ഭീകര സംസ്ഥാനമാണ്, ഇവിടെ നടക്കുന്നത് മുഴുവൻ അങ്ങേയറ്റം വൃത്തികെട്ട പണികളാണ് എന്ന ഒരു നറേറ്റീവ്, എന്ന ചിത്രീകരണത്തിന് ഓശാന പാടി ദാസ്യപ്പണി ചെയ്ത് ഷൂ നക്കി അവരുടെ താല്പര്യത്തിനനുസരിച്ച് ഈ പറയുന്ന ഹിന്ദു ദിനപത്രം തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു ഈ പറയുന്ന PR ഏജൻസിയും ഈ പറയുന്ന സുബ്രഹ്മണ്യനും. എങ്കിൽ അവർക്കെതിരെ അന്വേഷണം വേണോ, നടപടി വേണോ? അത് ഹിന്ദുവിൻ്റെ ചുമതലയാണോ സജീഷ്? പറയാം. ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു വരുമ്പോഴേക്ക് താങ്കൾ ഞാൻ പത്രം വായിക്കാറില്ല, എനിക്ക് യാതൊരു രീതിയിലുള്ള അറിവുമില്ല എന്നുള്ള രീതിയിലൊക്കെ സ്ഥാപിച്ചു വെക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. താങ്കളായിരിക്കും വളരെ മികച്ചയാൾ എന്ന് ഞാൻ സമ്മതിച്ചു വെച്ചുകൊണ്ട് എനിക്ക് എൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കാമല്ലോ. താങ്കൾക്ക് അത്രയും അറിവുള്ള, അറിവിൻ്റെ നിറഗോപുരമായ താങ്കളുടെ മുന്നിൽ ചില കാര്യങ്ങൾ ഞാൻ ഒന്ന്, ഇവിടെ കേരളത്തിൽ ഇടതുപക്ഷത്തെയും കമ്മ്യൂണിസ്റ്റ് അല്ല, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കാര്യങ്ങളെ ഞാൻ അതുമാത്രമേ വായിക്കാറുള്ളൂ എന്നാണ് താങ്കൾ പറഞ്ഞത്. ഞാൻ അതുമാത്രമേ വായിക്കാറുള്ളൂ. ആയിക്കോട്ടെ, അത്രയ്ക്കെങ്കിലും ഗുണം എനിക്കുണ്ടാകുമെന്ന് കൂട്ടിക്കോ. പണ്ട് EMS ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, പഴയ കാലത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്, എന്നെപ്പറ്റി നല്ലത് എന്തെങ്കിലും നിങ്ങൾ ഉൾപ്പെടെയുള്ള, ഇപ്പോൾ നിങ്ങൾ ഉൾപ്പെടെ എന്ന് പറയേണ്ടി വരും, പണ്ട് മാതൃഭൂമി മനോരമ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്, എന്നെപ്പറ്റി എന്തെങ്കിലും നല്ലത് പറഞ്ഞു കണ്ടാൽ പ്രിയപ്പെട്ട സഖാക്കളെ എനിക്ക് തെറ്റുപറ്റി എന്ന് കരുതിക്കൊള്ളൂ എന്ന്. അത് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെപ്പറ്റി നല്ലത് പറയുമ്പോൾ സുബ്രഹ്മണ്യന് പണം കൊടുക്കുന്നത് നാഗ്പൂരാണെന്ന് അന്വേഷിക്കണോ സജീഷ്? സുബ്രഹ്മണ്യന് ശമ്പളം കൊടുക്കുന്ന നാഗ്പൂരിൽ നിന്നാണോ എന്ന് അന്വേഷിക്കണോ സജീഷ്? പറയട്ടെ ഹാഷ്മി, ഇങ്ങനെ താങ്കളുടെ സത്യത്തിൽ എനിക്ക് പ്രകോപിതനാകണമെങ്കിൽ താങ്കളുടെ ഇൻട്രോയിൽ തന്നെ പ്രകോപിതമാകാമല്ലോ.
താങ്കൾ കേട്ടില്ലല്ലോ. താങ്കൾ കേട്ടില്ലോ, പിന്നെ എന്താണ് അത് പ്രകോപനം? അപ്പോൾ അത് വിട്ടേക്കോ, അത് വിട്ടേക്കോ. ഒരുപാട് പദങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ട്. താങ്കൾ കേൾക്കാറില്ലെന്ന് ആദ്യം പറഞ്ഞത്. താങ്കൾ അത് കേൾക്കാറില്ല എന്നാണ് പറഞ്ഞത്. താങ്കൾ കേട്ടില്ലോ, പിന്നെ അത് വിട്ടേക്കോ. പറഞ്ഞുകൊണ്ടിരിക്കുമോ? ഇനി താങ്കൾ ഒരു സമയം അനുവദിക്കും, നമുക്ക് അങ്ങനെ താങ്കൾ ഒരു സമയം അനുവദിക്കും, അതിൽ ഞാൻ പറയാം. വെറുതെ ഒരു തർക്കത്തിനോ മറ്റോ ഞാനില്ല. എസ് കെ സജീഷ്, ഞാൻ ആദ്യം മുതൽ ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ഇടപെട്ടുകൊണ്ടിരുന്ന ആക്ഷേപിക്ക് സംസാരിക്കാൻ വേണ്ടി പറ്റും. എസ് കെ സജീഷ്, ഞാൻ അങ്ങയുടെ ശ്രദ്ധയിലേക്ക് ഒരു കാര്യം കൂടി പറയാം. ഒരേ ഒരു ചോദ്യത്തിനാണ് ഞാൻ ഉത്തരം പറയുന്നത്. ആ ചോദ്യം ഇന്നതാണ് എന്ന് ഹാഷ്മി തീരുമാനിച്ച്, ഹാഷ്മിയുടെ ഉത്തരമാണെങ്കിൽ എന്റെ ഉത്തരം ഹാഷ്മിയുടെ ഉത്തരമാണെങ്കിൽ എനിക്ക് പറയേണ്ട കാര്യമില്ലല്ലോ. ഹാഷ്മി പറഞ്ഞോളൂ. ഹാഷ്മി ഉദ്ദേശിക്കുന്നതിനപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ കാര്യങ്ങൾ ഉണ്ടാകും. ഒറ്റ മിനിറ്റ്, എനിക്ക് ജനങ്ങളെ ബോധ്യപ്പെടും. ഞാൻ എന്റെ ചോദ്യത്തിന് ഞാൻ അങ്ങോട്ട് ചേർത്ത് പറയാം. ഞാൻ ചേർത്ത് ഒരു കാര്യം കൂടി ശ്രദ്ധയിൽപ്പെടുത്താം. അനുവദിക്കില്ല. ഞാൻ ചേർത്ത് ഒരു കാര്യം കൂടി ശ്രദ്ധയിൽപ്പെടുത്താം. എസ് കെ സജീഷ്, ഇതാണെങ്കിൽ ഈ അഭിമുഖം നടക്കുന്നത് 28-ാം തീയതിയാണ്, 28 സെപ്റ്റംബർ. 13 സെപ്റ്റംബറിന് കേരളത്തിൽ നിന്ന്, കേരള പ്ലേസിൽ വെച്ച് ഡൽഹിയിലെ ഫിനാൻഷ്യൽ ടൈംസ് അടക്കമുള്ള മാധ്യമങ്ങളിലേക്ക് ഒരു വാർത്താക്കുറിപ്പ് പോകുന്നുണ്ട്. വാർത്താക്കുറിപ്പിന്റെ രൂപത്തിൽ ഒരു PR ഏജൻസി ഒരു കുറിപ്പ് പോകുന്നുണ്ട്. അതിൽ പറയുന്ന ഈ കാര്യങ്ങൾ തന്നെയാണ്. ഓവർ ദ ലാസ്റ്റ് 5 years ദ കേരള ഗവൺമെന്റ് ഹാസ് ടേക്കൺ സിഗ്നിഫിക്കന്റ് സ്റ്റെപ്സ് ടു ക്രാക്ക് ഡൗൺ ഓൺ ഗോൾഡ് ആൻഡ് ഹവാല സ്മഗ്ലിംഗ് ഇൻ ദ സ്റ്റേറ്റ് എന്നിങ്ങനെ പറഞ്ഞിട്ട് എ സിഗ്നിഫിക്കന്റ് പോർഷൻ ഓഫ് ദ ഹവാല ഫണ്ട്സ് ഈസ് ബിലീവ്ഡ് ടു ഹാവ് ബീൻ ഫണൽഡ് ഇൻ ടു ദ സ്റ്റേറ്റ് ടു സപ്പോർട്ട് ബാൻഡ് ഓർഗനൈസേഷൻ വിത്ത് ദ മെജോറിറ്റി ഓഫ് സീഷേഴ്സ് ടേക്കിംഗ് പ്ലേസ് ഇൻ മലപ്പുറം ഡിസ്ട്രിക്ട്. 13-ാം തീയതി കേരളത്തിൽ നിന്ന് ഡൽഹിയിലെ ദേശീയ മാധ്യമ പ്രമുഖന്മാർക്കെല്ലാം ഏതോ അജ്ഞാത കേന്ദ്രത്തിൽ നിന്ന് ഒരു PR ഏജൻസിയിൽ നിന്ന് പോയ വാർത്താക്കുറിപ്പാണ് ഞാൻ പറയുന്നത്. അതിൽ പറയുന്നത് എന്താണ്? അതിൽ പറയുന്നത് കേരളത്തിൽ മലപ്പുറത്ത് പിടിക്കുന്ന ഈ പണം ഇവിടെ നിരോധിത സംഘടനകളിലേക്ക് ഒഴുകുകയാണ് എന്ന് പറഞ്ഞു. ചില മാധ്യമങ്ങൾ അത് കൊടുത്തു, ചില മാധ്യമങ്ങൾ കൊടുത്തില്ല. അതിനുശേഷം മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം, മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ, അത് കഴിഞ്ഞ് ഈ പ്രസ് നോട്ടിൽ പറയുന്ന അതേ അർത്ഥത്തിൽ ഇവിടെ ദേശവിരുദ്ധ പ്രവർത്തനം നടക്കുന്നു, ഇവിടെ സംസ്ഥാന വിരുദ്ധ പ്രവർത്തനം നടക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പറയാത്ത വാചകങ്ങൾ അങ്ങോട്ടേക്ക് അയച്ചു കൊടുത്തുവെങ്കിൽ ഇവരുടെ രാഷ്ട്രീയ അജണ്ട എന്താണ് എന്ന് ഞാൻ പറയുന്നത്, ഇത് വലിയ കൊമ്പത്തെ അന്വേഷണം വേണ്ട, ഒരു ലോക്കൽ പോലീസിൽ ഒരാളോട് പറഞ്ഞ FIR ഉണ്ട്. എസ് കെ സജീഷ്, ഹാഷ്മി, ഇനിയെങ്കിലും എനിക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ പറയാൻ താങ്കൾ അനുവദിക്കുമോ? താങ്കൾ ഉദ്ദേശിക്കുന്ന ഉത്തരമേ അല്ല എൻ്റെ ഉത്തരം. ഉത്തരം വ്യത്യസ്തമാണ്. ആ വ്യത്യസ്തമായ ഉത്തരം പറയാൻ ജനാധിപത്യത്തിൽ അവകാശമുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. താങ്കൾ ചോദിച്ച ചോദ്യത്തിന് വ്യത്യസ്തമായ രീതിയിൽ ഒരു ഉത്തരം പറയാൻ എനിക്ക് അവകാശമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതും ഒരു ജനാധിപത്യ മര്യാദയാണ്. ഞാൻ വ്യത്യസ്തമായ ഉത്തരം പറയട്ടെ. വ്യത്യസ്തമായ ഉത്തരത്തിന് താങ്കൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അതിനുശേഷം താങ്കൾ പ്രകടിപ്പിക്കൂ. എൻ്റെ വാക്കുകൾക്കിടയിലേക്ക് കയറില്ലേ, അത് എൻ്റെ അഭിപ്രായം തെറ്റായി വ്യാഖ്യാനിക്കപ്പെടാനിടയാകും. താങ്കൾക്ക് ഈ 1 മണിക്കൂർ ചർച്ചയുണ്ടല്ലോ, അതിൽ കുറച്ചധികം സമയം എനിക്കും കിട്ടുമല്ലോ. എൻ്റെ സമയം ഞാൻ എങ്ങനെയെങ്കിലും പ്രയോഗിക്കട്ടെ. താങ്കൾക്കത് തീരെ അംഗീകരിക്കാൻ പറ്റാത്തതാണെങ്കിൽ താങ്കൾ ഇപ്പോൾ പറഞ്ഞ ഇൻട്രോ പോലെ തന്നെ എന്നെ 4 പറഞ്ഞിട്ട് അവസാനിപ്പിച്ചോളൂ ഈ ചർച്ച. അതല്ലേ അതിൻ്റെ ഒരു രീതി? ഞാൻ പറഞ്ഞു വന്നത് താങ്കൾ ഇപ്പോൾ ഇവിടെ സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കാര്യത്തിന് എൻ്റെതായ മറുപടിയാണ്. അതായത് കേരളത്തിൽ കഴിഞ്ഞ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന കാലം മുതൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ പ്രശ്നമെന്ന് പറയുന്നത്, സംഘപരിവാരം രാജ്യത്ത് അധികാരത്തിൽ വന്ന ശേഷം മതനിരപേക്ഷതയ്ക്ക് ഏറ്റവും മാതൃകയായ ഈ കേരളത്തെ തകർക്കാൻ വേണ്ടിയുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഒരു ബദൽ സൃഷ്ടിക്കുന്ന ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള പല രീതിയിലുള്ള ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. താങ്കൾ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഏതോ ആരോ എന്ന് പറയുന്ന ഒരു പ്രസ് നോട്ട് എന്നെല്ലാം താങ്കൾ വിശദീകരിച്ചല്ലോ. അത് ഏതാണ്, ആരാണ് എന്ന് താങ്കൾക്ക് പോലും അറിയില്ല. അത്തരം അജ്ഞാത കേന്ദ്രങ്ങൾ പോലും ഈ കേരളത്തിനെതിരായി പകപോക്കൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും മലയാളികൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണത്. സംഘപരിവാരത്തിന് നേർ വിപരീതമാണ് കേരളത്തിലെ ഗവൺമെൻറ്റും ഇടതുപക്ഷവും എന്നതുകൊണ്ടാണ് ഈ ആക്രമണത്തിന് വിധേയമാകുന്നത്. ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ്റെ തലക്ക് RSS വില പറയുന്ന അവസ്ഥയിലേക്ക് എത്തുന്നതും അതുകൊണ്ടാണ് എന്ന് കാണാൻ വേണ്ടി കഴിയും. ഇവിടുത്തെ പുരോഗമന രാഷ്ട്രീയം, ആ രാഷ്ട്രീയം വർഗീയതക്കെതിരാണ്. ആ വർഗീയതക്കെതിരായ രാഷ്ട്രീയം അവർക്ക് അപകടമാണ് എന്ന് രാജ്യം ഭരിക്കുന്ന BJPക്ക് അറിയാം. വർഗീയതയെ പ്രതിരോധിക്കാൻ വർഗപരമായി ജനങ്ങൾ ഒന്നിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായുണ്ടായ ക്ഷീണവും അവർ തിരിച്ചറിയുന്നുണ്ട്. ഈ രാജ്യത്ത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 38 സീറ്റുകൾ BJPക്ക് നഷ്ടപ്പെട്ടത് കർഷക സമരം, വർഗ സമരം നടന്ന 5 സംസ്ഥാനങ്ങളിലെ ജില്ലകളിലാണ് എന്ന തിരിച്ചറിവ് അവർക്കറിയാം. അതുകൊണ്ട് വർഗപരമായി തൊഴിലാളി വർഗവും കർഷക വർഗവും ഉൾപ്പെടെയുള്ള വർഗങ്ങൾ സംഘടിക്കാൻ വേണ്ടി പാടില്ല. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും ഇടതുപക്ഷ പ്രസ്ഥാനവും വർഗീയ ഐക്യത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇത്രമേൽ ശത്രുത ഈ
സംസ്ഥാനത്തോടും ഈ സംസ്ഥാനത്ത് ഇടതുപക്ഷവും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും ശക്തമാണ് എന്നതുകൊണ്ട് പൊതുവായും കാണിക്കുന്നത്. കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയത് കേരളത്തെ അപമാനിക്കാൻ വേണ്ടിയാണ്. അത് ഈ കേരളത്തിൽ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ന്യൂനപക്ഷത്തിന് ജിഹാദ് നടത്താനുള്ള സ്ഥലമാക്കി ഈ കേരളത്തെ മാറ്റിയിരിക്കുന്നു. ഒരേ ലൈനിലാണ്. എന്റെ ചോദ്യം, താങ്കൾ ഈ പറഞ്ഞു വരുന്ന രീതിയിൽ കേരളത്തെ മന്ദയിൽ അധിക്ഷേപിക്കാൻ നീക്കം നടത്തിയവർക്കെതിരെ അന്വേഷണം വേണോ സജീഷ്? അന്വേഷണം വേണോ സജീഷ്? എസ് കെ സജീഷ്, അന്വേഷണം വേണോ എന്ന വളരെ ലളിതമായ ചോദ്യമാണ്. താങ്കൾക്ക് അന്വേഷണം വേണമെങ്കിൽ വേണം എന്ന് രണ്ടേ രണ്ട് വാക്ക് പറയാം. താങ്കൾക്ക് പറയാൻ കഴിയാത്തതിന്റെ പേടി എന്താണ് സജീഷേ? താങ്കൾക്ക് പറയാൻ കഴിയാത്തതിന്റെ പേടി എന്താണ്? മുഖ്യമന്ത്രിയുടെ പേടി എന്താണ്? പറയൂ. എനിക്ക് പേടിയൊന്നുമില്ല ആഷ്മി, മര്യാദ പ്രയോഗിക്കുക. എന്താണെന്ന് പറ, ദയവേത് പറ. അന്വേഷണം വേണം എന്നൊന്ന് പറ, പേടിയില്ലെങ്കിൽ. ദയവേത് അങ്ങൊന്ന് പറ, അന്വേഷണം വേണമെന്ന് പറ. അന്വേഷണം വേണമെന്ന് പറ. അന്വേഷണം വേണമെന്ന് പറയാമോ? ദേവീത് അന്വേഷണം വേണമെന്ന് പറയാമോ? ദേവീത് അന്വേഷണം വേണമെന്ന് പറയാമോ? ദേവീത് ഇവരെ കൽത്തുറിഞ്ഞിൽ അടക്കണമെന്ന് പറയാമോ? ഞങ്ങൾക്ക് ആ പേടിയില്ല. പക്ഷെ പറയില്ല അങ്ങ്. പക്ഷെ അങ്ങ് പറയില്ല അന്വേഷണം വേണമെന്ന്, അല്ലേ? പറയാം ഹാഷ്മി. താങ്കൾ ഞാൻ പറഞ്ഞു വന്നതിന്റെ ഒരു അർത്ഥതലം ഉണ്ട്. ആ അർത്ഥതലത്തിലൂടെ മാത്രമേ താങ്കളുടെ ചോദ്യത്തിന് എനിക്ക് മറുപടി പറയാൻ വേണ്ടി പറ്റൂ. അത് താങ്കൾ അനുവദിക്കുന്നില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണ്? താങ്കൾ ഉദ്ദേശിച്ച കാര്യം നടക്കില്ല, അതാണ് പ്രശ്നം. അത് ശരിയല്ല. ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞതിൽ നെറുകേട് കാട്ടിയവർക്കെതിരെ കേസെടുക്കണമെന്ന് ചോദിച്ചാൽ സജീഷ് എന്തെല്ലോ പറയുകയാണ്. സജീഷ് എന്തോ അർത്ഥതലത്തെ കുറിച്ച് പറയുകയാണ്. സാർ കേസെടുക്കണോ വേണ്ടേ? ഒറ്റ വാക്കി പറയാം. അത് കഴിഞ്ഞ് ബാക്കി അങ്ങ് എത്ര പറഞ്ഞു? എന്തല്ലോ അല്ല ഹാഷ്മി. പറയാം. അതായത് ഇനി ഹാഷ്മി ഉൾപ്പെടെയുള്ള ആളുകളുടെ ലക്ഷ്യം എന്താണെന്ന് ഞാൻ പറയാം. അതായത് ഇവിടെ ഈ ഹിന്ദു പത്രം ഉൾപ്പെടെയുള്ള മാധ്യമം തങ്ങൾ ഇത് തെറ്റായി പ്രസിദ്ധീകരിച്ചിരുന്നു, മാധ്യമധർമ്മത്തിന് നിരക്കാത്ത പ്രവൃത്തിയാണ് ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായത്, അത് തെറ്റായി പോയി എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ലക്ഷ്യം ഹിന്ദു പോലെയുള്ള ഒരു മാധ്യമവുമായി ഞങ്ങളെ തമ്മിലടിപ്പിക്കാനാണെങ്കിൽ അതവിടെ വെച്ചേക്ക്, അതവിടെ വെച്ചാൽ മതി. ബാക്കി ഞാൻ പറയാം, എന്നിട്ട് താങ്കൾക്ക് ബാക്കിയുള്ള മറുപടി കൂടി പറയാം. അതായത് കേരള സ്റ്റോറി ഉൾപ്പെടെയുള്ള സിനിമ വരുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. പാലക്കാട് ഒരു ആന ചെരിയുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ അത് മലപ്പുറത്താണ് എന്ന് വരുത്തി തീർത്ത് ഇവിടെ RSS നടത്തിയ പരിശ്രമങ്ങൾ നമുക്കറിയാം. നിരവധി കാര്യങ്ങൾ ഈ തരത്തിലുള്ള സമീപനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. മാധ്യമങ്ങളും അതിനനുസരിച്ച് ഇന്ത്യയിലെയും കേരളത്തിലെയും മാധ്യമങ്ങൾ പണം കൊടുത്ത് വാങ്ങിയിട്ടുണ്ട് ഈ BJP എന്ന് നമുക്ക് അറിയാമല്ലോ. ഈ പത്രസമ്മേളനം കഴിഞ്ഞപ്പോൾ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ BJP സ്ഥാനാർത്ഥിയായ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള ഏഷ്യാനെറ്റിന്റെ മാധ്യമപ്രവർത്തകർ എന്തെല്ലാമാണ് പറഞ്ഞത് എന്ന് നമ്മൾ കേട്ടതാണല്ലോ. ആ പത്രപ്രവർത്തനം അവസാനിക്കുമ്പോൾ അത് അവരുടെ അജണ്ടയാണ്. ആ അജണ്ടക്കനുസരിച്ച് അവർ പലതും പ്രചരിപ്പിക്കും. എന്നാൽ ഇതിലും വലിയ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് പ്രശ്നമില്ലല്ലോ, ഇത്ര ചർച്ച ചെയ്തിട്ടില്ലല്ലോ. RSS ശാഖയ്ക്ക് ഞാൻ കാവൽ നിന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ KPCC പ്രസിഡന്റ് സജീഷ് എന്തൊക്കെയോ പറയുകയാണ്. സജീഷ്, നമ്മൾ പല ചർച്ചകൾ പറഞ്ഞ ഇടവേളയിലേക്ക് പോകണം. നമ്മൾ 7 മുതൽ 7:50 വരെ ഒരേ ചോദ്യം ചോദിക്കുന്നു, കേസെടുക്കോ ഇല്ലയോ എന്ന്. ആ കേസെടുക്കലെന്ന് പറയാൻ അങ്ങേ കഴിയില്ല സാർ. കാരണം എന്താണ്? അങ്ങയുടെ നേതാവ് പിണറായി വിജയന് കഴിയുന്നില്ല. പിന്നെ അല്ല ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങേ നിർബന്ധിക്കുന്നത് എനിക്ക് കുറ്റബോധമുണ്ട്. കാരണം എന്താ അറിയോ? അങ്ങയുടെ പ്രിയപ്പെട്ട നേതാവ് പിണറായി വിജയന്